ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SAP FICO എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. നിങ്ങൾ ഓൾറെഡി FICO എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടല്ലോ. FICO, ഫിനാൻസ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഒരു കമ്പനിയുടെ എൻറ്റയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തതാണ് FICO എന്ന് പറയുന്ന മൊഡ്യൂൾ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫങ്ഷണൽ മൊഡ്യൂൾ ഇൻ SAP. അപ്പൊ നിങ്ങൾ ഈ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടോട്ടലി ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഏരിയയാണ് FI എന്ന് പറയുന്ന ഏരിയ. ആൻഡ് കൺട്രോളിംഗ് വിൽ ബി ഫോർ ദ ഇന്റേണൽ പർപ്പസ്. നമ്മൾ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗിന് വേണ്ടിയിട്ട് FIയുടെ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യും. നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിന്റെ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് പർപ്പസ്, ഇപ്പൊ ഗവൺമെന്റിനെ സബ്മിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ആ പേർപ്പസിനെല്ലാം FI റിപ്പോർട്ട്സ് നമ്മൾ യൂസ് ചെയ്യും. CO എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഇന്റേണൽ പർപ്പസ്, അതായത് ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നു, അതിന്റെ പ്രോഫിറ്റ് എന്താണ്, എത്രത്തോളം കോസ്റ്റ് വരുന്നു, ആ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിലാണോ, ഇൻ കേസ് എന്തെങ്കിലും ഡിഫറൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സിഒയിൽ നമ്മൾ പഠിക്കുന്നത്. FIയിൽ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ GL. ജനറൽ ലെഡ്ജർ. നിങ്ങൾ ഓൾറെഡി ലെഡ്ജർ അക്കൗണ്ട്സ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ +2 BCom ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ലെഡ്ജർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലെഡ്ജറിനകത്ത് ബാലൻസസ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് വൈസ് SAP FICOയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ റിപ്പോർട്ട്സിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഫൈനലായിട്ട് ബാലൻസ് ഷീറ്റും ഡ്രോ ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് പേയബിൾ. FIയിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂളാണ് അക്കൗണ്ട്സ് പേയബിൾ. ഇപ്പൊ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, നിങ്ങൾ ഒരു കടയിൽ പോകുന്നു. കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ബില്ല് കിട്ടും. ആ ബില്ലാണ്, അതായത് ഇൻവോയ്സ്. ആ ഇൻവോയ്സ് എങ്ങനെ SAPക്കകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ആ ഇൻവോയ്സിന് എങ്ങനെ നമുക്ക് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ മേടിച്ച കമ്മോഡിറ്റി ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാമേജ്ഡ് കമ്മോഡിറ്റി ആ പോർഷൻ എങ്ങനെയാണ് നമ്മൾ റിട്ടേൺസ് ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രോസസ് എല്ലാം നമ്മൾ സിമുലേറ്റ് ചെയ്യുന്ന ഏരിയയാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വെണ്ടർ എന്നായിരിക്കുമല്ലോ. വെണ്ടർ മീൻസ് സപ്ലയർ. സപ്ലയറിൽ നിന്ന് നമ്മൾ കമ്മോഡിറ്റീസ് മേടിക്കുമ്പോഴത്തേക്കും ആ പർച്ചേസ് ഇൻവോയ്സ് നമ്മൾ ഗുഡ്സ് റിട്ടേൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് മെമ്മോ എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് മെമ്മോ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, വെൻഡേഴ്സിന് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിളിൽ കവർ ചെയ്യുന്നത്. FIയിൽ വരുന്ന തേർഡ് മൊഡ്യൂളാണ് അക്കൗണ്ട്സ് റിസീവബിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇപ്പൊ വെൻഡറിൽ നിന്ന് നമ്മൾ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട്സ് റിസീവബിളിന്റെ കേസ് ആകുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമർക്ക് സെയിൽ ആണ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് നമ്മൾ കമ്മോഡിറ്റി സെയിൽ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് നമുക്ക് ഇങ്ങോട്ടാണ് പൈസ തരാനുള്ളത്. അപ്പൊ അവരിൽ നിന്നും എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെന്റ് റിസീവ് ചെയ്തെടുക്കണം. ആ റിസീവ് ചെയ്യുന്ന പ്രോസസ് എല്ലാം നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിൽ ചെയ്ത കമ്മോഡിറ്റി എന്തെങ്കിലും ഡാമേജ്ഡ് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും, റിട്ടേൺസ് ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പം ആമസോണിൽ നിന്ന് ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തു. ഓക്കെ, അവരെ സംബന്ധിച്ചിട്ട് എന്താണ്, സെയിലാണ്. ആ സെയിൽ ചെയ്ത കമ്മോഡിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് വന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ഡാമേജ്ഡ് ഐറ്റമാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺസ് ചെയ്യില്ലേ. അപ്പൊ ഈ റിട്ടേൺസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, സെയിൽസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആ ക്രെഡിറ്റ് മെമ്മോ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, കസ്റ്റമറിൽ നിന്നും എങ്ങനെയാണ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ ആണ് പഠിക്കുന്നത്. FIയിൽ വരുന്ന അടുത്ത മൊഡ്യൂളാണ് അസറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അസറ്റ് അക്കൗണ്ടിങ് ഒരു കമ്പനിയിൽ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആൻഡ് പോസ്റ്റിംഗ്സ് എല്ലാം വരുന്നത് അസറ്റ് അക്കൗണ്ടിങ്ങിലാണ്. നമ്മളൊരു അസറ്റ് മേടിക്കുമ്പോഴത്തേക്കും അതിന് മുകളിൽ ഡിപ്രീസിയേഷൻ വരും. ഫിക്സഡ് അസറ്റ് മേടിക്കുമ്പോഴത്തേക്കും ഡിപ്രീസിയേഷൻ വരും. ഈ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്, അത് ഈ എത്ര യൂസ്ഫുൾ ലൈഫിലത്തേക്കാണ് ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ഏരിയയാണ് അസറ്റ് അക്കൗണ്ടിങ്. അപ്പൊ അസറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഏരിയ എന്ന് പറയുന്നത് അസറ്റ് പ്രൊക്യൂർമെന്റ്. ഒരു അസറ്റ് നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു, അസറ്റിന്റെ സെയിൽ, നമുക്ക് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റിനോ ലോസിനോ സെയിൽ ചെയ്യാം. ഒരു അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വരുന്ന ലോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട്, ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാനായിട്ട് വി ഡു ഹാവ് ഓപ്ഷൻ ഇൻ SAP FICO. അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അസറ്റ് അക്കൗണ്ടിങ് നമ്മൾ നോക്കുന്നത്. ഈ പറയുന്ന അസറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ വെഹിക്കിൾ മേടിച്ചെന്ന് വിചാരിച്ചു. ആ ഒരു വെഹിക്കിൾ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സെയിൽ ചെയ്യണമെന്നില്ല, സെയിൽ വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പ് ചെയ്യും. അപ്പൊ ഈ സ്ക്രാപ്പ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ആ വക കോൺഫിഗറേഷൻസും പോസ്റ്റിംഗ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ അസറ്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. SAP FIയിൽ വരുന്ന അടുത്ത മൊഡ്യൂളാണ് ബാങ്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട്. ഇപ്പം കൂടുതലും ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിങ് ആണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്.
സോ ഒരു ബാങ്ക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു SBI എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിൽ, അതേപോലെ തന്നെ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേയ്മെന്റ് സിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര രൂപ പേയ്മെന്റ് ലിമിറ്റ് സെറ്റ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയയാണ് ബാങ്ക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു വെണ്ടറിന് പേയ്മെന്റ് ചെയ്യുമ്പോഴും കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് റിസീവ് ചെയ്യണമെങ്കിലും നമുക്കൊരു പ്രോപ്പർ ചാനൽ വേണം. ആ ഒരു പെർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ക്യാൻ ഈവൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഇൻ എ സിംഗിൾ കമ്പനി. അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ബാങ്കിൽ നിന്നും എങ്ങനെയാണ് പേയ്മെന്റ് ഫോർമുലേഷൻസ് ഒക്കെ നടക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന സബ് മൊഡ്യൂൾ ആണ് ബാങ്ക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയായിരുന്നു FIയിൽ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത്, വിച്ച് വിൽ ബി ജനറൽ ലെഡ്ജർ, accounts payable, accounts receivable, bank accounting and asset accounting. Coming back to SAP CEO module. SAP CEOയിൽ വരുന്ന മൊഡ്യൂളാണ് കോസ്റ്റ് സെന്റർ, കോസ്റ്റ് എലമെന്റ്, പ്രോഫിറ്റ് സെന്റർ ആൻഡ് ഇന്റേണൽ ഓർഡേഴ്സ്. ഇൻ ജനറൽ നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്കകത്ത് വരുന്ന കോസ്റ്റ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഇപ്പം എൻ്റെ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ പെർച്ചേസ് വരുന്നുണ്ട്. പെർച്ചേസ് വരുന്നത് ഒരു ക്വാർട്ടർലി ബേസിസിൽ ഒരു 10 lakh rupees ആണെന്ന് കൺസിഡർ ചെയ്യുക. ക്വാർട്ടർലി ബേസിസിൽ 10 lakh rupeesന്റെ ആ ഒരു പെർട്ടിക്കുലർ പെർച്ചേസ് വരുന്നുണ്ട്. ബട്ട് വെൻ വി കം ടു ദ നെക്സ്റ്റ് ക്വാർട്ടർ അവിടെ 15 lakhsന്റെ പെർച്ചേസ് വന്നിട്ടുണ്ട്, വിച്ച് വിൽ ബി ദ ആക്ച്വൽ കോസ്റ്റ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് 10 lakhs. 10 lakhs ആണ് പ്രീവിയസ് ക്വാർട്ടറിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തവണയും 10 lakhs ആയിരിക്കുമെന്ന് ഞാൻ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നു, വിച്ച് വിൽ ബി മൈ പ്ലാനിങ് ഫിഗർ. ഞാൻ പ്ലാൻ ചെയ്തത് 10 lakhsഉം ആക്ച്വലി സംഭവിക്കുന്നത് 15 lakhsഉം. അവിടെ വേരിയൻസ് എത്രയാണ് വന്നേക്കുന്നത്? 5 lakh rupees. ഈ 5 lakh rupeesന്റെ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു? ഈ 5 lakh ഏത് ആസ്പെക്റ്റിലാണ് നമുക്ക് പെർച്ചേസ് ഇൻക്രീസ് ആയേക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ടാണ് നമുക്ക് ഈ കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് സെന്ററിന്റെ കേസ് ആകുമ്പോഴത്തേക്കും നേരെ തിരിച്ച് നമ്മൾ സെയിൽസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു 5 lakh rupeesന്റെ സെയിൽസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വാർട്ടറിൽ ആയപ്പോഴത്തേക്കും 10 lakh rupeesന്റെ സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. സോ പ്രീവിയസ് ക്വാർട്ടറിൽ 5 lakhഉം നെക്സ്റ്റ് ക്വാർട്ടർ ആയപ്പോഴത്തേക്കും 10 lakhsഉം. ഞാൻ നെക്സ്റ്റ് ക്വാർട്ടറിലേക്ക് പ്ലാൻ ചെയ്തത് ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഫോർ എക്സാമ്പിൾ 5 lakh rupees തന്നെയാണ്. പക്ഷേ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് 10 lakhs. സോ വേരിയൻസ് വിൽ ബി 5 lakh rupees. ആ 5 lakh rupeesന്റെ എക്സ്ട്രാ സെയിൽസ് എന്തുകൊണ്ട് വന്നു, ഏത് ആസ്പെക്റ്റാണ് വന്നേക്കുന്നത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. സോ വി നീഡ് ടു മെയിൻറ്റെയിൻ പ്രോഫിറ്റ് സെന്റർ ഫോർ ദാറ്റ്. അതേപോലെ തന്നെ ഇന്റേണൽ ഓർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം, കൊക്കോനറ്റ് അക്കാഡമി ഒരു സെമിനാർ നടത്തുന്നു. ആ സെമിനാർ നടത്തുമ്പോഴത്തേക്കും അതിന് വേണ്ടി തന്നെ കുറെ എക്സ്പെൻസ് ഉണ്ടാവില്ലേ? ഇപ്പൊ ചിലപ്പം ഹോള് ബുക്ക് ചെയ്യേണ്ടി വരും, റിഫ്രഷ്മെന്റ്സ് കൊടുക്കേണ്ടി വരും, അങ്ങനെ പല രീതിയിലുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പൊ ഈ എക്സ്പെൻസസ് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നടത്താനായിട്ട് എത്ര രൂപയുടെ ഓവറോൾ എക്സ്പെൻസ് വന്നെന്ന് അറിയണം. ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ആ ഒരു ഓവറോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2 lakh rupees ആണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു എക്സ്പെൻസ് ഒരു 1 lakh rupees ആണ്. അപ്പം എക്സ്പെക്ട് ചെയ്തത് എത്രയാ? 1 lakh rupees. ആക്ച്വലി സംഭവിച്ചത് എത്രയാ? 2 lakh rupees. സോ വാട്ട്സ് ദ വേരിയൻസ്? വേരിയൻസ് വിൽ ബി ഓഫ് 1 lakh rupees. ആ ഒരു 1 lakhന്റെ ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു? ആ ഒരു ഇവന്റ് നടന്നപ്പോഴത്തേക്കും എന്ത് അഡീഷണൽ എക്സ്പെൻസ് ആണ് വന്നേക്കുന്നത്, വിച്ച് ലെഡ് ടു ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് 1 lakh rupees ഫോർ ദിസ് പെർട്ടിക്കുലർ ഇവന്റ്. അത് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ അറിയാനായിട്ടും ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനും വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓവറോൾ പറയാനാണെന്നുണ്ടെങ്കിൽ SAP FICO എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനും ഇന്റേണൽ പർപ്പസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്, വിച്ച് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസ് ഇൻ ഫങ്ഷണൽ സൈഡ്. സോ SAP FICO ഒരു കമ്പനിയുടെ ഫിനാൻസും അതേപോലെ കൺട്രോളിങ് ആസ്പെക്ട്സും മോണിറ്റർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളാണ് FICO എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻസ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. സോ ഇതിലൂടെ നിങ്ങൾക്ക് SAP FICO എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കമ്പനിയിൽ വരുന്ന എൻറ്റയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും അതിന്റെ ബേസിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യാനും കൂടെയാണ് FICO യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് SAP FICO എന്ന് പറയുന്ന മൊഡ്യൂൾ. So if you're opting for SAP FICO, you will be covering all the aspects related to finance and controlling in a company.